നോക്കിയയുടെ നോക്കിയ G42 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയ G42 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നോക്കിയ G42 5Gയിൽ 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. അപ്പം ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. HD റെസൊല്യൂഷൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ AMOLED ഡിസ്പ്ലേ ഒന്നും വരില്ല. LCD പാനലായിരിക്കും ഈ ഫോണിൽ വരിക. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും വരിക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും ഇതിൽ വരാൻ സാധ്യതയില്ല. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 560 നിറ്റ്സ് ആയിരിക്കും. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നതായിരിക്കും. പിന്നെ പറയപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൻ്റെ വില ഏകദേശം 24,100 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം എന്നാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല. മെയിനായിട്ടുള്ളൊരു കാര്യം ഫുൾ HD റെസൊല്യൂഷൻ ഇതിൽ വരാൻ സാധ്യതയില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഫുൾ HD റെസൊല്യൂഷൻ. പക്ഷേ അത് ഇതിൽ വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ AMOLED ഡിസ്പ്ലേയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതും ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ പഞ്ചോൾ ഡിസൈനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം പുറത്ത് വന്നിട്ടുള്ള പ്രൈസിങ്ങിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൽ IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യും. ഈ ഫോണിൻ്റെ ലെവൻഡർ അതുപോലെ തന്നെ മീറ്റിയോർ ഗ്രേ എന്ന് 2 കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 480+ എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് ബേസിക് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ്റെ ഒരു 5G പ്രോസസ്സറാണ്. 5G കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള 24,100 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഈ ഒരു പ്രോസസ്സർ. ഇപ്പം 15,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. എന്തായാലും അത്ര ഒരു മികച്ച പ്രോസസ്സറും ഈ ഫോണിൽ വരാൻ സാധ്യതയില്ല. ഈ ഫോണിൽ 6 GB റാം വരെയും അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. LPDDR4Xൻ്റെ റാമും UFS 2.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരും. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഒരു ഫോണിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കാര്യമായിട്ട് ബ്ലോട്ട് വേസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 MP ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 MP മാക്രോ ലെൻസും ഈ ഫോണിൽ വരുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പം ഓൺ പേപ്പർ അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ട് ഈ ഫോണിൽ വരാൻ സാധ്യതയില്ല. പിന്നെ 5000 mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. Type C ചാർജിംഗ് പോർട്ടായിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഈ ഫോണിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളും വരുന്നതായിരിക്കും. ക്വിക്ക് ഫിക്സ് റിപ്പയറബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണായിരിക്കും ഇത്. അതായത് നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോൺ റിപ്പയർ ചെയ്യാവുന്നതാണ്. നമുക്ക് തന്നെ ഇത് റിപ്പയർ ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം 3 കൊല്ലത്തെ വാരൻറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. സാധാരണ ഫോണുകൾക്ക് 1 കൊല്ലത്തെ വാരൻറ്റിയാണ് വരാറ്. ചില ഫോണുകൾ 2 കൊല്ലത്തെ വാരൻറ്റി കൊടുക്കുന്നുണ്ട്. എന്നാൽ 3 കൊല്ലത്തെ വാരൻറ്റി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ആയിരിക്കും. പിന്നെ മാർക്കറ്റിനനുസരിച്ചിട്ട് ഈ ഒരു വാരൻറ്റിയുടെ കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെൻമാർക്കിൽ ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 24,100 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 3 കൊല്ലത്തെ വാരൻറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ആ കാര്യങ്ങളിലൊക്കെയാണ് ഇൻട്രസ്റ്റഡ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. എന്നാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ പുറത്ത് വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും നോക്കിയ G42 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പം ഒരു 15,000 രൂപയ്ക്ക് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. എന്നാലും നോക്കിയ ഇപ്പം അത്ര നല്ല രീതിയിൽ അവരുടെ ഫോണുകൾ പ്രൈസ് ചെയ്യാറില്ല. അപ്പം ചിലപ്പം ഈ ഫോണ് ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ.